പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വിസിക്ക് വീഴ്ച പറ്റിയെന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വിസി സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്ന് ജസ്റ്റിസ് ഹരിപ്രസാദ് ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഭവം നടക്കുമ്പോൾ വൈസ് ചാൻസലറായിരുന്ന MR ശശീന്ദ്രനെതിരെയാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18-നാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ കോളിളക്കമുണ്ടാക്കിയ ക്യാമ്പസ് മർദ്ദനവും തുടർന്നുള്ള മരണവും സംസ്ഥാന രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ ചാൻസലറായ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വിസിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ളത്. സംഭവം നടക്കുമ്പോൾ വിസി MR ശശീന്ദ്രനാഥ് ക്യാമ്പസിലുണ്ടായിരുന്നു. എന്നാൽ സമയബന്ധിതമായി ഇടപെടൽ നടത്തിയില്ല എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തുടക്കം മുതൽ തന്നെ വിസിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഒടുവിൽ ഗവർണർ സ്വന്തം നിലയിലായിരുന്നു MR ശശീന്ദ്രനാഥിനെ പുറത്താക്കിയത്. ഗവർണറുടെ നടപടിയെ വിമർശിച്ച് അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം രംഗത്തു വന്നിരുന്നു. ഇപ്പോൾ അതേ വിസിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട്. മെയ് 29-നാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ ആദ്യ സിറ്റിംഗ് നടന്നത്. വിസി, ഡീൻ, ആംബുലൻസ് ഡ്രൈവർ, അധ്യാപകർ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ 28 പേരുടെ മൊഴിയെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.